ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഫ്രീഡം അല്ല നമുക്കുള്ളത്, ആ റൈറ്റ് അല്ല നമുക്കുള്ളത്. എല്ലാ സ്റ്റേഷനുകളിലും, കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്റ്റേഷനുകളിലും നാളെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പരാതികൾ കൊടുക്കുകയാണ്. അതാത് പ്രാദേശികമായിട്ടുള്ള മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്റ്റേഷനുകളിൽ എത്തിയിട്ടുള്ള പരാതികൾ. രാജ്യത്തിൻ്റെ പ്രധാന സേവകനെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുശേഷവും സ്വതന്ത്രമായിട്ട് ഈ ഭാരതത്തിലൂടെ തന്നെ വിഹരിച്ച് നടക്കുന്ന സമയത്ത് അതിനെ നീതിയുക്തമായിട്ട് കാണാൻ മഹിളാ മോർച്ചയ്ക്ക് സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, ഡൽഹിയിൽ നടന്നിരിക്കുന്ന CJPയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഈ അക്രമ പരമ്പരകൾക്ക് ആസ്പദമാക്കിക്കൊണ്ട് നിരവധി ആളുകൾ പല പ്രസ്താവനകൾ ഇറക്കുകയും ആർക്കും എന്തും പറയാം, അത് കഴിഞ്ഞൊരു മാപ്പിലൂടെ ഒതുങ്ങിത്തീരുന്നതല്ല സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ. അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവഹേളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതൃത്വം ചോദ്യം ചെയ്യുന്ന തരത്തിൽ ദിവംഗതയായ അദ്ദേഹത്തിൻ്റെ മാതാവിനെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ടാണ് ഒരു വീഡിയോ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പങ്കുവച്ചിട്ടുള്ളത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള നാട് തന്നെയാണ് നമ്മുടേത്. പക്ഷെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഫ്രീഡം അല്ല നമുക്കുള്ളത്, ആ റൈറ്റ് അല്ല നമുക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പരാമർശങ്ങൾ വരുന്ന സമയത്ത് അതിന് സമൂഹത്തിൽ ചോദ്യം ചെയ്യേണ്ടത് മഹിളാ മോർച്ചയുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ധാർമ്മികതയാണ്. അതുകൊണ്ടാണ് ഇന്ന് പോലീസ് കമ്മീഷണർ മുമ്പാകെ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഇതിനെ തുടർന്നുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നാളെ രാവിലെ 10 മണിക്ക് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെത്തി പരാതികൾ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനുകളിലും, കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്റ്റേഷനുകളിലും നാളെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പരാതികൾ കൊടുക്കുകയാണ്. അതാത് പ്രാദേശികമായിട്ടുള്ള മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്റ്റേഷനുകളിൽ എത്തിയിട്ടുള്ള പരാതികൾ. ഒരു മാതൃകാപരമായിട്ടുള്ള നിയമ നടപടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അറിവില്ലായ്മയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നാണോ, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണോ? അറസ്റ്റിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള നടപടികളാണ് ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. കാരണം 1-2 വ്യക്തികളല്ല, ഇത്തരത്തിലുള്ള വീഡിയോകൾ പല തവണകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവില്ലായ്മ പറഞ്ഞുകൊണ്ടും ആ അറിവില്ലായ്മയുടെ പേര് ചൂഷണം ചെയ്തുകൊണ്ട് ബോധപൂർവമായിട്ടുള്ള ഇത്തരം നടപടികൾ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള ശിക്ഷാവിധികൾ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇത് തുടർന്ന് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം നിലവിൽ വരും. രാജ്യത്തിൻ്റെ പ്രധാന സേവകനെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുശേഷവും സ്വതന്ത്രമായിട്ട് ഈ ഭാരതത്തിലൂടെ തന്നെ വിഹരിച്ച് നടക്കുന്ന സമയത്ത് അതിനെ നീതിയുക്തമായിട്ട് കാണാൻ മഹിളാ മോർച്ചയ്ക്ക് സാധിക്കില്ല. മലയാള ഭാഷയിലുള്ള പരിമിതി അല്ലാന്ന് നമുക്കറിയാം. കാരണം അവർ ആദ്യമായിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, ഇൻഫ്ലുവൻസർ എന്നാണ് അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളം ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യം കുറവ് കൊണ്ടല്ല, കൃത്യമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിക്കേണ്ട പദങ്ങളെല്ലാം തന്നെ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്താലും മറ്റു പല മാധ്യമങ്ങളിലൂടെയും ഇന്നും ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് എത്ര മോശം പരാമർശങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും, അതും തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാമർശങ്ങൾ. അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാമെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ബേസ്ലെസ് അലിഗേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത, അതിനെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. കർശനമായ നടപടികൾ ഉണ്ടാവണം. അറസ്റ്റിൽ ചെയ്തെങ്കിൽ തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇല്ല, ഇപ്പോൾ നമുക്കറിയാം, ഡൽഹിയിൽ നടന്നിരിക്കുന്ന CJPയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഈ അക്രമ പരമ്പരകൾക്ക് ആസ്പദമാക്കിക്കൊണ്ട് നിരവധി ആളുകൾ പല പ്രസ്താവനകൾ ഇറക്കുകയും എന്നാൽ അത് പിന്നീട് പരാതിയായി പോകുമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും പോലീസിൽ നിന്നും അവർക്ക് കിട്ടേണ്ട വാർണിംഗ് കിട്ടിയതിന് ശേഷം വന്ന് മാപ്പ് പറയുന്നൊരു പ്രവണത. പക്ഷെ മാപ്പ് പറഞ്ഞാലും ശരി, അവർ പറഞ്ഞിരിക്കുന്ന പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും തീർത്തും അവഹേളനാത്മകമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആർക്കും എന്തും പറയാം, അത് കഴിഞ്ഞൊരു മാപ്പിലൂടെ ഒതുങ്ങിത്തീരുന്നതല്ല സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ.